In a certain code language, passport is coded as RCUUNMPR. How is pandemic written in the same code language? Okay. അപ്പൊ നമ്മുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് അല്ലെ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കാര്യം. ഡീകോഡിംഗും അതുപോലെ നമ്പർ സീരീസും അത്യാവശ്യം വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ടോപ്പിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എന്താ പറയുന്നത്, പാസ്പോർട്ട് എന്ന വാക്കിന്റെ കോഡാണ് ഈ തന്നിരിക്കുന്ന RCWNMPR. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം ഈ ടൈപ്പ് കോഡിനോട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അല്ലെങ്കിൽ ലെറ്റർ അലോഗോട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം ഓപ്പോസിറ്റ് പേഴ്സ് ഉണ്ടോ ചെക്ക് ചെയ്യാം. ഓക്കെ, ഓപ്പോസിറ്റ് പേഴ്സ് ഉണ്ടെങ്കിൽ ആയിട്ട് അത് കമ്പയർ ചെയ്ത് പോയാൽ മതി. ഓപ്പോസിറ്റ് പേഴ്സ് അല്ലെങ്കിൽ അവരെ കറസ്പോണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കുമ്പോൾ പിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ, ഓക്കെ, ഓപ്പോസിറ്റ് ലെറ്റർ ആരാണ്? പിയുടെ ഓപ്പോസിറ്റ് കെ ആണ്. ഓക്കെ, KP ആണ് ഓപ്പോസിറ്റ് പേഴ്സ്, എയുടേത് Z ആണ്, എസിന്റേത് H ആണ്. അപ്പൊ മനസ്സിലാൻ പറ്റും ഇവിടെ ഓപ്പോസിറ്റ് പേഴ്സ് വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് കറസ്പോണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യുക. അപ്പൊ പാസ്പോർട്ട് എന്ന വാക്കെടുക്കുന്നു. വീണ്ടും ഒരു കാര്യം പറയാം, ഒരു കാരണവശാലും പാസ്പോർട്ട് എന്ന് എഴുതി നിങ്ങൾ അവിടെ സമയം കളയരുത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത് എഴുതുന്ന ആവശ്യമൊക്കില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കറസ്പോണ്ട് നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി, അത് വെച്ച് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, P16 ആണ്, A1, S19, വീണ്ടും S19, P16, O15, R18, T20. ഓക്കെ, T20. ഓക്കെ, കറസ്പോണ്ടിങ് കോഡിന്റെയും എന്താ നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, അവിടെയും വീണ്ടും RCW എന്ന സമയം കളയരുത്, നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. R18 ആണ്, C3, U21, N14, M13, P16, R18. ഓക്കെ, അപ്പൊ നോക്കുമ്പോൾ 16, 18 അവിടെ 2 കൂടി അല്ലെ, 1, 3 അവിടെ വീണ്ടും 2 ആഡ് ചെയ്തു. 19, 21 അതും 2 ആഡ് ചെയ്തു. വീണ്ടും 19, 21 അതും 2 ആഡ് ചെയ്യുന്നു. എന്നാൽ അടുത്ത 16, 14 അത് -2 ആണ് അല്ലെ, വീണ്ടും -2, 15 -2 13, 18 -2 16, 20 -2 18. കോഡ് മനസ്സിലായി. അപ്പൊ ആദ്യത്തെ 4 ലെറ്റേഴ്സ് എല്ലാം +2 പിന്നീട് എല്ലാം -2 ആണ്. ഓക്കെ, ക്ലിയർ അല്ല? അപ്പൊ കോഡ് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുക, നമുക്ക് പാൻഡമിക് എന്ന വാക്കിന്റെ കോഡ് വേണം. അവിടെ കോഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വർഷം വീണ്ടും പാൻഡമിക് ഫുൾ എഴുതുവോ അല്ലെങ്കിൽ ഫുൾ കറസ്പോണ്ട് നമ്പേഴ്സ് വരുന്ന കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് വെച്ച് എന്താ മാക്സിമം പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം. ഓക്കെ, അപ്പൊ നോക്കുമ്പോൾ നമുക്കറിയാം P ആരാ? 16 ആണ്. ഓക്കെ, വീണ്ടും പറയും P സമയങ്ങൾ എഴുത്, 16 മാത്രം എഴുതിയാൽ മതി. +2 ചെയ്യുമ്പോൾ 18 ആണ്. 18 ആരാ? ലെറ്റർ R ആണ് അല്ലെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 1 ഒഴിവാക്കാം, ഓപ്ഷൻ 4 ഒഴിവാക്കണ്ടോ, അവിടെ R അല്ല, Qയും Sഉം ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻ 1ഉം 3ഉം ഉണ്ട്. അവിടെ നോക്കിയേ, ലാസ്റ്റ് ലെറ്റേഴ്സ് രണ്ടിടത്തും വ്യത്യാസമായത് കാരണം പാൻഡമിക് എന്ന വാക്കിന്റെ അവസാന ലെറ്ററായ സിയുടെ കറസ്പോണ്ടിങ് കോഡ് മാത്രം കണ്ടെത്തിയാൽ മതി അല്ലെ. സി എന്ന് പറയുന്ന ആളാരാ? 3ാമത് ലെറ്റർ ആണ്. അവിടെ എന്ത് ചെയ്യണം, അവിടെ -2 ലാസ്റ്റ് കണ്ടോ, ലാസ്റ്റ് -2 ആണ്. അപ്പൊ -2 ചെയ്യണം. 3 - 2 1 ആണ്. ആ ലെറ്റർ A ആണ് അല്ലെ. എയിൽ അവസാനിക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 3 ആണ് കണ്ടോ. അപ്പം ഇങ്ങനെ മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫുൾ സമയങ്ങളുടെ കാര്യം ആ കാര്യം നോക്കില്ല, എത്ര പേന ഒഴിവാക്കുന്ന സമയം ലാഭം കിട്ടും, അത് എപ്പോഴും അവെയർ ആയിരിക്കുക.